ആ ഗുരുനാഥൻ ഇപ്പൊ എന്നില് സൂപ്പറായിട്ട് പ്രവർത്തിക്കുന്നു. സൂപ്പറായിട്ട്. നിങ്ങളുടെ ഏത് ക്യാമറ കൊണ്ടൊന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങളുടെ ഏത് പണ്ഡിതനെ കൊണ്ടൊന്ന് എന്നെ ടെസ്റ്റ് ചെയ്യിക്കാം. നിങ്ങൾ കടന്നു വന്നിട്ട് എന്നോട് ചോദിക്കുക എന്താണെന്ന്. എനിക്ക് അനുഗ്രഹിക്കാനുള്ള കലകളിലാണ് ഞാൻ ഓടുന്നത്. ഞാൻ പുറത്തേക്ക് പോകാത്ത കാര്യം ആ അനുഗ്രഹ കല മിസ്സാകരുതല്ലോ. നമ്മളെ ജന്മാന്തര തപസ്സുകൊണ്ട് കിട്ടുന്ന ഒരാളിനെ തഥാസ്തു എന്ന് പറഞ്ഞാല് ആ തഥാസ്തു അതിന് നമ്മൾ നാക്കിനെ നിയന്ത്രിക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം, കണ്ണിനെ നിയന്ത്രിക്കണം ഒക്കെ വേണ്ടേ. ആ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിന് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വരൂ, മിസ് ചെയ്യണ്ട. പരകായ വിദ്യ നടത്തുന്ന വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫുൾ സാന്നിധ്യം ഈ ബോഡിയിൽ ഉണ്ടാവുക, ഈ ചിത്രത്തിലല്ല. എനിക്ക് ഫീൽ ചെയ്യുന്ന എന്റെ ശരീരത്തിലാണ്. എന്റെ ശരീരത്തിൽ എനിക്ക് വോയിസ് കിട്ടുക, ഡൗൺലോഡ് ചെയ്ത് കിട്ടത്തില്ലേ ഓരോന്ന്. എനിക്കിപ്പോ ഈ കിട്ടുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് പ്രഭാകര സിദ്ധിയോഗി തരുന്ന സൗഭാഗ്യമാ. അതിനെ ആർക്കും വയലേറ്റ് ചെയ്യാനൊക്കത്തില്ല. അല്ലെങ്കിൽ വരട്ടെ, എന്നെ പോലെ അദ്ദേഹം പറഞ്ഞെന്താ, എന്റെ പേരിന്റെ കൂടെ നിന്റെ പേര് മാത്രമേ പുറത്തറിയുള്ളൂ. അത് അദ്ദേഹം സത്യം ചെയ്തു. മറിച്ച് നീ എന്റെ പാദങ്ങളല്ലാതെ വേറെ ചിന്ത നിനക്ക് വരാൻ പാടില്ല. അത് സയൻസ് ആണ്. നമ്മൾ രാമനെ ചിന്തിച്ചാൽ രാമനാകും, കൃഷ്ണനെ ചിന്തിച്ചാൽ കൃഷ്ണനാകും. പ്രഭാകര സിദ്ധയോഗിയെ 50 വർഷം കൊണ്ട് ധ്യാനിക്കുന്ന രമാദേവി അമ്മയിൽ ആ അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥമുള്ളതാവും അതിന്? ശനിയാഴ്ച തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പരിപൂർണ സാന്നിധ്യം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ ഈ എന്റെ ശരീരം ഇല്ല, എന്റേതെന്നുള്ള ഒരു ഫീലിംഗ് വിട്ടു. ഇപ്പൊ നമ്മുടെ ഗുരുനാഥൻ ശിവപ്രഭാരസിദ്ധിയുടെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ആ ഫോട്ടോ കണ്ടോ അവിടെ ഇരിക്കുന്ന വായിസന്റെ ആ രൂപത്തിൽ കോട്ടയത്ത് ഒരു സ്റ്റുഡിയോയിൽ എടുത്തതാണ്. പക്ഷെ തെളിഞ്ഞ കിർലിയോൺ ക്യാമറയിൽ തെളിഞ്ഞ ഈ രൂപമാണ് തെളിഞ്ഞത്. ഇത് കണ്ടോ? ഇതാണ് തെളിഞ്ഞത്. ഇതാണ് അത്ര ചെറുപ്പക്കാരൻ എടുത്തത് ആ വയസ്സിന്റെ ഫോട്ടോ. അപ്പോഴേ തീർച്ചയായിട്ടും 13 ബോഡി മാറിയെന്നാ പറഞ്ഞ, 14ാമത്തെ ബോഡിയാണ് ഈ കൊണ്ടു നടന്നെന്നാ പറഞ്ഞ. ഇപ്പോഴേ അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ മുഴുവൻ ഇവിടെ ഇരിപ്പുണ്ട് രാജീവ്. ഞാൻ അതും കൂടെ കാണിക്കാം. ഇത് അദ്ദേഹത്തിന്റെ ഇത് പ്രഭാകര സിദ്ധിയോഗിയുടെ യഥാർത്ഥ ഒപ്പാണിത്. ഞാനിത് ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല, 85-ലുള്ള ഇത്. ഞാൻ വെല്ലുവിളിക്കുന്ന ആൾക്കാരെ, കാരണം എന്റെ പ്രായത്തിൽ ഈ സന്യാസിമാരെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഡിവോട്ടീസ്, അല്ലെങ്കിൽ അവിടെ കണ്ടു ഇവിടെ കണ്ടു അത് കിട്ടി ഇത് കിട്ടി എന്ന് പറയുന്നവര് നല്ല സത്യസന്ധത ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് എന്റെ മുമ്പിൽ വരട്ടെ. ഇവരിൽ ആരും തന്നെ ഇതുപോലൊരു ബോഡി, രോഗമില്ലാത്ത ഒരു ബോഡി ഇല്ല. ഞാൻ എന്റെ ബോഡി കീപ്പപ്പ് ചെയ്ത് എന്റെ ഗുരു പറഞ്ഞ പോലെ, രാജീവിനോട് ഞാൻ ഈ പോയ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ എനിക്ക് ഇതെടുക്കണമെന്ന് താല്പര്യമില്ല. കാരണം വെച്ചാൽ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ 4 കൈ കൊണ്ട് മഹാവിഷ്ണു വന്നാലും കള്ളവാന്ന് പറയും. പക്ഷെ ഇപ്പൊ ഞാനിത് ചെയ്യുന്നതിന് എനിക്ക് നല്ല വ്യക്തമായ ഇന്റൻഷൻ ഉണ്ട്. കാര്യം ഈ പരകായ പ്രവേശം തന്നെയാണ്. എന്താണെങ്കിലും എന്നെ കൊണ്ട് ഞാൻ പറയുന്നത് സത്യമായിട്ട് വിശ്വസിക്കുന്നവർക്ക് ആശ്വാസം കിട്ടും. ക്രിസ്തു പറഞ്ഞാല് എന്നെ വിശ്വസിക്കുന്നവർക്ക്, അല്ല വിശ്വസിക്കാതെ എന്നെ നിന്ദിക്കാം നിങ്ങൾക്ക്, പക്ഷെ മിസ്സിംഗ് ആണത്. നമസ്കാരം. ഞാൻ സദ്ഗുരു രമാദേവി അമ്മ, ഭഗവാൻ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര തീർത്ഥപാദരുടെ ശിഷ്യ, ഇപ്പോൾ ചിങ്ങോലി ആശ്രമത്തിന്റെ അധിപതിയായിട്ടിരിക്കുന്ന അമ്മയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. നമ്മുടെ രാജീവിന്റെ ചാനലിൽ ഞാൻ പല പ്രാവശ്യമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഒരുപാട് പേര് വന്ന് എന്നെ കാണാനും വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലേക്ക് വരുന്നത്. കാരണം ഞാൻ എൻ്റെതായ 10-45 വർഷത്തെ സാധനാനുഷ്ഠാനങ്ങളും യോഗാനുഷ്ഠാനങ്ങളും ആത്മാവ് തന്നെ തേടുന്ന ആധ്യാത്മിക സബരികളും ഒക്കെയായി കഴിച്ചു കൂട്ടിയെങ്കിലും ഈ ഒരു സന്ദർഭത്തിലേക്ക്, അതായത് നമ്മൾ പറയത്തില്ല ജീവിതത്തിന്റെ സായാഹ്നം എന്നൊക്കെ പറയുന്നത്, ഈ സന്ദർഭത്തിൽ എനിക്ക് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുകയോ പ്രതീക്ഷിക്കുകയോ പോലും ചെയ്യാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് വരുന്നത് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഈ ചിങ്ങോലി തന്നെ കഴിഞ്ഞുകൂടി വളരെ ശാന്തമായിട്ട് അത്യാവശ്യം വേണ്ടി വന്ന ടൗണിൽ അരിപ്പാട് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഓച്ചിറ പരബ്രഹ്മത്തിന്റെ സാന്നിധ്യത്തിൽ പോയി നമസ്കരിക്കും. അദ്ദേഹത്തെ 10 മിനിറ്റ് അവിടെ ഇരിക്കും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് വളരെ മാറ്റം എന്ന് തന്നെ പറയാം. നമ്മളൊരു ചേഞ്ച് നമുക്കറിയാമല്ലോ. ഇപ്പം നമ്മൾക്ക് ഒരാളുടെ ആത്മാവിലും ഒരാളുടെ മനസ്സിലും ബോഡിയിലും ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ച് ആ ആൾക്കല്ലേ ഫീൽ ചെയ്യുള്ളൂ. പല ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു എൻ്റെ ആ വ്യക്തിത്വം, എൻ്റെ ആ സ്വത എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് വിട്ടുപോയിട്ട് ഞാനിങ്ങനെ വേറെ ഏതോ ഒരു വേൾഡിലേക്ക് പോകുന്ന പോലെയാണ് തോന്നുന്നത്. അതും വെളുപ്പിനെ 3 മണിക്കൊക്കെ ഞാനിങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് എനിക്ക് തോന്നും ഞാൻ ഈ ഭൂമിയുടെ മുകൾ പരപ്പിൽ നിന്ന് പോകുന്നു, ഞാൻ പ്രകാശത്തിന്റെ ആ ലോകം കാണുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്ന എൻ്റെ യോഗ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിരന്തരം എനിക്കിത് തോന്നുക, വേറൊരു ലോകത്തേക്ക് വേറൊരു ജീവിയാണോ ഞാൻ എന്ന് വരെ തോന്നുന്ന അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ ഞാൻ ആരോടും പറയാനോ, ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നതല്ല. നമ്മൾ എക്സ്പോസ് ചെയ്യാവുന്ന എക്സ്പോസ് ചെയ്യാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ആ വ്യവസ്ഥ, ആ യോഗ സിദ്ധികളോ അല്ലെങ്കിൽ അത്രത്തോളം നമുക്ക് ഈ പ്രകൃതി രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു കമ്മ്യൂണിറ്റിയിലല്ലേ അത് പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ പറയാതെ കാലം കഴിച്ചു കൂട്ടിയിരിക്കുമ്പോഴാണ് എനിക്കുണ്ടാവുന്ന ഒരു അനുഭവം. അതായത് ഞാൻ തമിഴ്നാട്ടിലെ മൈലം, ബൊമ്മപുരം അധീനം എന്ന് പറയും. അത് പോണ്ടിച്ചേരി കഴിഞ്ഞിട്ട് മൈലം. അത് വളരെ വലിയൊരു ആശ്രമമാണ്. കുറച്ചുകൂടി വ്യക്തത പറയുവാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നമ്മുടെ അധികാരത്തിന്റെ ചെങ്കോല് കൈമാറിയതാണ് നമ്മുടെ ശിവബലായ സ്വാമി. അദ്ദേഹത്തിന്റെ ഒരു ഇൻവിറ്റേഷൻ എനിക്ക് വന്നു. അവിടുത്തെ 800 മേളിലുള്ള, അതായത് തമിഴിൽ ആ നോട്ടീസ് ഉണ്ട്, അവിടെ നടക്കാൻ പോകുന്ന ആ ഒരു സമാധി ദിനത്തില്, അതായത് ബാലസിദ്ധർ എന്ന് പറഞ്ഞൊരു ശിവന് തുല്യമായ ആളാണ് അവിടെ സമാധിയായിരിക്കുന്നത് ഈ മൈലത്ത്. അദ്ദേഹം 12ാം നൂറ്റാണ്ടിൽ കടലിലൂടെ വന്നിട്ട് അദ്ദേഹം 16ാം നൂറ്റാണ്ടിലാണ് സമാധിയായത്. തുടർന്ന് 20ാമത്തെ മഠാധിപതിയാണ് ശിവബലായ സ്വാമി. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻവിറ്റേഷൻ വന്നു. ഈ വർഷത്തെ പുരസ്കാരം തരാൻ അമ്മയ്ക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. സിദ്ധ പരമ്പരയില് ഒരു അവധൂതനെ ഇത്രത്തോളം സത്യസന്ധമായിട്ട് ഫോളോ ചെയ്ത് അദ്ദേഹത്തിന് അതിന്റെ ആ നിഷ്ഠയോടുകൂടി അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് ആസ് പെർ ഹിസ് അഡ്വൈസസ് പോയത് കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച് ആശ്രമം കൂടി തീരുമാനിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് വരാനൊക്കുമോ, തമിഴ്നാട്ടിൽ വരാനൊക്കുമോ? ഞാൻ ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്നങ്ങ് സമ്മതിച്ചു. 3-ാം തീയതി രാത്രി 1 മണിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ആ കായംകുളത്തു നിന്നുള്ള ട്രെയിനിൽ പോകണം. നീ ജൂലൈ അല്ലേ? അപ്പോഴാ ഇവിടുന്ന് ഓച്ചറയിൽ 2 കുട്ടികൾ ഇവിടെ അവിടേക്ക് വരുന്നവരുണ്ട്, 2 പ്രവർത്തകരുണ്ട്. അവരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ വലിയ പരിചയമൊന്നുമില്ല. ഞാനിവിടുന്ന് പോകണമെന്ന് തീരുമാനിച്ചപ്പോഴത്തേക്ക്, ഞാൻ പോകണമെന്ന് തീരുമാനിച്ച 3-ാം തീയതി രാവിലെ ഞാൻ ഡ്രസ്സൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ രാവിലത്തെ ധ്യാനം, 3 മണിയുടെ ധ്യാനം കഴിഞ്ഞു. ധ്യാനം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പതിവില്ലാത്ത ഒരു എനർജി അങ്ങ് ഫീൽ ചെയ്യുക. പതിവില്ലാത്ത, സാധാരണ എനിക്ക് ധ്യാനം കഴിഞ്ഞാൽ ഒരു ബലമുണ്ട്, ധ്യാനബലം ഉണ്ട് എനിക്ക്, പിന്നെ കഴിക്കണമെന്ന് ഭക്ഷണമൊന്നുമില്ല. പെട്ടെന്ന് എൻ്റെ എനർജി ലെവൽ അങ്ങ് പെട്ടെന്ന് കൂടിയിട്ട് എൻ്റെ ഈ ഒരു ഫിസിക്കൽ റെലം ഉണ്ടല്ലോ, എൻ്റെ ഈ സ്ത്രൈണ ശരീരം, ആ സ്ത്രൈണ ശരീരത്തിന്റെ കരുത്തല്ല എനിക്ക്. ഞാൻ തന്നെ എനിക്ക് കാലുറച്ച് നിൽക്കുന്നത്, ഞാൻ വേറെ ആരോ ആകാൻ പോവാണോ. എന്തായാലും വൈകുന്നേരം ഞാൻ, അല്ലെങ്കിൽ ഈ യോഗയ്ക്ക് ഇതിടും നമ്മള് ഡ്രസ്സ്, ചുരിദാർ പോലെ എന്തെങ്കിലും നമ്മളിടും. ഞാനത് ഇട്ട് ബാഗൊക്കെ എടുത്ത് റെഡിയാക്കി എന്നെ രാത്രി 1 മണിക്ക് ഇവിടുന്ന് കൊണ്ട് 2 മണിക്കലത്തേക്ക് അവിടെ കൊണ്ട് കയറ്റി ട്രെയിൻ വന്ന് ഞാൻ കയറിയിരുന്നോ മാത്രം എനിക്കറിയാം. പോണ്ടിച്ചേരി ദേശം കടന്ന് പോകുമ്പോൾ ഞാൻ ദേശം കടന്ന് പോവുകയാണോ, അല്ലെങ്കിൽ എനിക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ എന്ത് പറ്റും, അല്ലെങ്കിൽ ഞാൻ ആരാണ്, എന്താണ്, ഇതൊന്നുമേ എനിക്ക് ഫീൽ ഇല്ല രാജീവേ. ഞാൻ വളരെ കൂളായിട്ടിരിക്കുക വേറൊരാളായിട്ട്. ഞാൻ കൂളായിട്ട് സീനറി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടക്കുകയാണ്. ഒരു കുഴപ്പം, ഒരു മാനസികമോ ശാരീരികമോ ബുദ്ധിമുട്ടില്ലാതെ മലമൂത്ര വിസർജനത്തിനുള്ള ആഗ്രഹമില്ല, വെള്ളം കുടിക്കണമെന്നുള്ള ആഗ്രഹമില്ല. കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട് അത് വേണോ ഇത് വേണോന്ന്. ഒന്നുമേ ഇല്ല. ഞാൻ എന്റേതായ ഈ സ്വസ്ഥത അല്ലെങ്കിൽ എൻ്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോവുക. ഞാൻ എൻ്റെ ഐഡന്റിറ്റി, രമാദേവി അമ്മ എന്നുള്ള ആ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് മുഴുവനും എൻ്റെ ലോകമാണ്, തമിഴകം എൻ്റെ തന്നെയാണ്, ഈ ലോകം മുഴുവനും എൻ്റെതാണ്, എല്ലാം എൻ്റെതാണ്. എനിക്ക് വ്യത്യസ്തത തോന്നുന്നില്ല. എനിക്ക് സ്ഥിരപരിചയമുള്ള ഒരു സ്ഥലത്തേക്ക്, ഈവൻ അരിപ്പാടിനൊക്കെ പോകുന്ന പോലെ പോയി അവിടെ ചെന്ന് ഇറങ്ങി. രാവിലെ 4 മണിക്ക് പിറ്റേ ദിവസം ചെന്നിറങ്ങി. അവിടെ സ്വാമിയുടെ പിന്നെ ആശ്രമത്തിൽ നിന്നുള്ള വാഹനം വന്നു, ഞങ്ങൾ കൂടെയുള്ളവരും കൂടെ പിക്കപ്പ് ചെയ്തു. എനിക്ക് ഗസ്റ്റ് ഹൗസ് തന്നു. ഞാൻ സുഖമായിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് സ്വാമിജി വിളിപ്പിച്ചു. രാവിലെ നടക്കാൻ പോണ ചടങ്ങിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. ഒരു വലിയ സദസ്സാണ്, അതായത് ഈ സമാധി ദിനത്തില് VIP-കളാണ് അവിടെ വരുന്നത്. തമിഴ്നാടിന്റെ SP, DYSP, അവിടുത്തെ വിദേശകാര്യമന്ത്രി, പിന്നെ അതേമാതിരി പുരോഹിതന്മാര്, എല്ലാവരും, ധാരാളം ആളുകളുണ്ട്. അദ്ദേഹത്തിനെ അറിയാമല്ലോ, പ്രധാനമന്ത്രി ആരുടെ കാലിലാണോ നമസ്കരിച്ചത്? സ്വാമിജി. അത്ര എനിക്ക് എന്നും കാണുന്ന ആളിനെ കൂട്ടോ. എന്റെ എന്തോ കൈവിട്ടുപോയ ഒരു ബന്ധു സ്ഥലത്ത് ഞാൻ, വലിയ അമ്പലമാണെന്ന് വെച്ചാൽ കരിങ്കൽ കൊട്ടാരം പോലെ വേണം ഇവിടുത്തെ അമ്പലം പോലെ ഒന്നുമല്ല ആശ്രമം. ഓക്കെ, അവിടുന്ന് പാലും വെള്ളമൊക്കെ തന്ന് കുടിച്ച് രാവിലെ ഞാൻ വിളിക്കുമ്പോൾ വരണം. ബാലസിദ്ധരുടെ ഗുരുപൂജയ്ക്ക് അമ്മയാണ് പ്രധാന അതിഥിയായിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. സ്വാമിജിക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം. അദ്ദേഹം ഹൈക്കോടതിയിലെ മജിസ്ട്രേറ്റോ എന്തോ ആയിരുന്നാ പറയുന്ന പൂർവാശ്രമത്തില്. അദ്ദേഹത്തിന്റെ മക്കള് 2 പേരും ഒക്കെ ഉണ്ട് അവിടെ പൂർവാശ്രമത്തില്.
അപ്പൊ അദ്ദേഹത്തിന്റെ 19ാമത്തെ അത് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ ആയിരുന്നു സ്വാമി. 20ാമത്തെ അദ്ദേഹം രാവിലെ 5 മണിക്ക് സ്വാമിജി വിളിച്ചോടെ അകത്തു നിന്നുള്ള മാല കൊണ്ടുവന്ന് ഇട്ടു തന്നു, ആ ഗുരുവിന്റെ ബാലസിദ്ധരുടെ. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല ശരിക്കും പറഞ്ഞ, ഞാനാണെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. ഞാൻ ഏതോ ഒരു സിദ്ധ പരമ്പരയിൽ ഏതോ ഒരു ജീവി എന്നുള്ള ഓർമ്മയാണ് എനിക്ക്. പിന്നെ എല്ലാ പൂജകളും തൊഴിയിപ്പിച്ചു. അവിടുത്തെ എല്ലാവരുമായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് 10 മണിക്ക് യോഗമാണ്. യോഗം എന്ന് പറയുന്നത് സ്വാമിജി പറഞ്ഞ തമിഴിൽ അറിയത്തില്ല, ഇംഗ്ലീഷ് സംസാരിച്ചോളാം. രാജീവ്, ഞാൻ സത്യം പറയാം, ഞാൻ ആ വീഡിയോ തരാം. ആ വീഡിയോ ഞാൻ സ്വാമിജി പറഞ്ഞ 25 മിനിറ്റ് സംസാരിച്ചാൽ മതി, ഇല്ലെങ്കിൽ 20 മിനിറ്റ് മതി, അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ അവിടുത്തെ അഡ്രസ്സ് ചെയ്യാൻ 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലായിട്ട് ആൺകുട്ടികളും, വലിയ മണ്ഡപമാണ്, പിന്നെ എല്ലാം VIP-കളാ. പക്ഷെ എനിക്ക് സ്വാമിയെ അഭിബന്ധിച്ചിട്ട് ഞാൻ തുടങ്ങി ഗുരുവന്ദനം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, വേറൊരു നമ്മൾ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഫ്ലൂവന്റ് ആയിട്ട് അങ്ങോട്ട് വരുവാണ് വാഗ്ദേവത. ഇംഗ്ലീഷിൽ ഞാൻ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ട് കൊടുത്തു, ഗുരു ആരാണെന്നും നമ്മൾ ആത്മാവ് ആരാണെന്നും ഗുരു തന്നെയാണ് ദൈവമെന്നും, പിന്നെ ഇതെല്ലാ സംഭവങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യണം. ഞാനിവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഏറ്റവും നല്ലത് നമശിവാൻ. എല്ലാവരും എന്നോട് കോപ്പറേറ്റ് ചെയ്തു. അതായത് മുഖരിതമായ ഒരു തണ്ടർ സ്റ്റോക്കിലാണ് അവിടുത്തെ സംഭവം. അപ്പൊ അവിടെയുള്ളവര് പിന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുണ്ട്, ഈ തിരുമൂലരുടെ പരമ്പരയപ്പെട്ട പല പരമ്പരയപ്പെട്ടവരാണ് സിദ്ധര്. പാമ്പാടി സിദ്ധരുടെ പരമ്പരയപ്പെട്ടവരുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് സദസ്സ് മുഴുവൻ അമ്മയുടെ കയ്യിലായി. ഞാൻ മലയാളിയാണെന്നോ അവര് തമിഴരാണെന്നോ ഒന്നും എനിക്കൊന്നുമില്ല. എൻ്റെ ഏറ്റവും അടുത്തപ്പെട്ട ഇന്റിമേറ്റ് ആൾക്കാര് അവര്. ഞാൻ എന്നോ കൈവിട്ടു പോയ ഒരു സമൂഹം. അങ്ങനെ തോന്നി. അപ്പോഴത്തേക്കാണ് സ്വാമിജി ഞാൻ ഇത് തന്നല്ലോ, ഒരു ട്രോഫി തന്നു. പിന്നെ പൊന്നാട, ഇത് തമിഴാണിത്, പൊന്നാട അണിയിച്ച് സ്വാമി തന്നെ പൊന്നാട അണിയിച്ചു. എന്നിട്ട് സ്വാമിജി തന്നെ അങ്ങോട്ട് എന്താ പറയുന്നത്, സ്വാമിജി വളരെ സന്തുഷ്ടനായിട്ടാണ്. കാര്യം സ്വാമിജി ഇത്ര എൻ്റെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആഫ്റ്റർ ആൾ ഐ എം എ ലേഡി, പിന്നെ തമിഴ് വേറൊരു സ്ഥലത്തേക്ക് മാറി വന്നു, ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇന്നലെ, ഇതെല്ലാം കൊണ്ട് പ്രതീക്ഷിച്ചു. പക്ഷെ സ്വാമിജി പറയുന്നു, യു ആർ 14 years aged than me. അദ്ദേഹത്തിന് 64 വയസ്സേ ഉള്ളൂ, എനിക്ക് 78ആയി. ഐ കുഡ് നോട്ട് ബിലീവ് ദിസ് എന്ന് പറഞ്ഞു. ഐ കുഡ് നോട്ട് ബിലീവ് ദിസ് എന്ന് പറഞ്ഞു. അപ്പൊ ശരി, അദ്ദേഹം പറഞ്ഞു, യു ആർ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മാജിക് ഓഫ് യുവർ ഗുരുജി പ്രഭാകര സിദ്ധർ എന്ന് പറഞ്ഞു. ഇൻ തമിഴ്നാട് ഇറ്റ് ഈസ് കാൾഡ് പാമ്പാട്ടി സിദ്ധർ. ഇറ്റ് ഈസ് പറഞ്ഞു, ഇറ്റ് ഈസ് ടെക്നിക് ഓഫ് യുവർ ഗുരുജി എന്ന് പറഞ്ഞു. അപ്പൊ പോരുന്നതിന് മുമ്പ് സ്വാമിജിക്ക് ഒരു സ്ഥലത്തേക്ക് എന്നെ വിട്ടു. അതായത് 18 സിദ്ധന്മാരുടെ സമാധിയാണ്, ബൊമ്മപുരം എന്ന് പറയുന്ന കടൽ തീരത്ത്. ഇത് മൈലം. അപ്പൊ അവിടെ ഒരു സമാധിയിൽ മാത്രം സ്ത്രീകൾക്ക് ഇറങ്ങാൻ പാടില്ല, അണ്ടർഗ്രൗണ്ട് സമാധിയാ, ജീവസമാധിയാണ്. 2ാമത്തെ സിദ്ധരുടെ, 1ാമത്തെ സിദ്ധര് അവിടെ തന്നെ ഉണ്ട് ഈ മൈലത്ത്, 2ാമത്തെ സിദ്ധരുടെ. അപ്പൊ സ്വാമിജിയോട് എല്ലാവരും ചോദിച്ചു, അമ്മയുടെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചു. തമിഴിൽ എനിക്ക് കേൾക്കാം. അമ്മ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഷീസ് എൻറ്റയർലി ഡിഫറെന്റ് എന്ന് പറഞ്ഞു, ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സ്വാമിജി എന്നോട് പറഞ്ഞു, കുളിച്ചിട്ട് അവിടെ ചെന്ന് കുളിച്ചിട്ട് ആ ഡ്രസ്സോട് കൂടി ഇറങ്ങിക്കോളാം സ്വാമിജി, ഞാൻ സ്വാമിജി പെർമിഷൻ ഉണ്ടെങ്കിൽ ഇറങ്ങാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞ് ചിരിച്ചുണ്ട്. ഞാൻ പോയി അണ്ടർഗ്രൗണ്ടിൽ, അതായത് ഭയന്നു പോകും നമ്മളൊരു ജീവസമാധി എന്ന് പറഞ്ഞാൽ 4 അടി ചതുരമേ ഉള്ളൂ ഗുഹയ്ക്ക്, അതിനകത്ത് ഇരുട്ടാണ്. പക്ഷെ ഞാൻ ആ നിലവറയ്ക്കകത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞാനല്ല, എനിക്ക് തോന്നുന്നത് എൻ്റെ തോളിലൊക്കെ വേറെ എന്തോ ഒരു ബലം വീഴുകയാണ്. എൻ്റെ ഈ ബോഡി എനിക്ക്, അല്ലെങ്കിൽ തന്നെ എൻ്റെ ഒരു ബോഡി ചേഞ്ച് ആണല്ലോ, യോഗിക് ബോഡിയാണ് എൻ്റെത്, ഒരു ഫെമിനിക് സ്ട്രക്ചർ അല്ല ഇപ്പോഴേ, ഒരു യോഗിക് ബോഡിയാ. പക്ഷെ ആ ബോഡി പോലും അല്ല എനിക്ക് തോന്നുന്നു, ഒരു ആസ്ട്രൽ ബോഡി പോലെ, ഒട്ടും ഭാരം തോന്നുന്നില്ല, ഇരുട്ടിനെ കണ്ടിട്ട് പേടിക്കുന്നില്ല. ആ സിദ്ധറുകളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് മഞ്ചിര അതിനകത്ത് കത്തിച്ചെന്ന്, സ്വാമിജിയുടെ പൂജാരി ഉണ്ട്, അവനൊരു വിളക്കിങ്ങോട്ട് കത്തിച്ചെന്ന്, ഇതിപ്പോ ടോർച്ച് അടിച്ച് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് സത്യം പറയാണ്, എൻ്റെ ദൈവമേ, എന്നെ കാണുന്നവർക്കും രാജീവിന് ഞാൻ ഒരു പ്രണാമം പറയാണ്. രാജീവേ, നിങ്ങൾ വിശ്വസിക്കാതിരിക്കോ ആസ്യുലേക്ക്, പക്ഷെ എനിക്ക് ആ ജീവസമാധി എന്ന് വോയിസ് കിട്ടുക, മനസ്സിലായോ? ഞാൻ അവിടെ പ്രസംഗിച്ച വേട അവിടെ നിന്ന് ഒരു വോയിസ് ഇങ്ങോട്ട് തരിക, പറയുന്നത്, അമ്മ താങ്കളുടെ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് MBBS, ഞാൻ പറഞ്ഞിങ്ങനെ മെഡിസിനോ എഞ്ചിനീയറിങ്ങോ അല്ല, ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ സ്റ്റഡീസ് ആണ്, അതാണ് ഹയർ സ്റ്റഡീസ് എന്ന് നിങ്ങൾ കണക്കിലെടുക്കുന്നത്. അപ്പൊ ആ ജീവസമാധി എന്ന് എനിക്ക് ഇങ്ങോട്ട് പറയാ, വെരി മച്ച് ഹാപ്പി. ആ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇനിയും താങ്കൾ എല്ലാവരോടും പറയണമെന്ന്. ഒരു മനുഷ്യരവിടെ ഇല്ല. ആ വോയിസ് എനിക്ക് കിട്ടാന്ന് വെച്ചാൽ ഒരുവിധപ്പെട്ടവർ ആ ഗുഹയ്ക്കകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പേടിച്ചു പോകും. കാരണം എന്താ പറഞ്ഞാൽ ഞാനായിട്ട് ഇറങ്ങി, ഇപ്പൊ ഞാൻ അവിടെ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഭാകര സിദ്ധയോഗി, അദ്ദേഹം 18 സിദ്ധർകളിൽ ഒന്നല്ലേ,
12ാം നൂറ്റാണ്ടിലാണ് ഈ ബാലസിദ്ധർ കടൽ കിടന്നത്. ഈവൻ ആ ബാലസിദ്ധർ പ്രഭാകര സിദ്ധയോഗി ആണെന്ന് പോലും അറിഞ്ഞൂടാ. 12ാം നൂറ്റാണ്ടിലാണ് ഈ ബാലസിദ്ധരൻ കടൽ കടന്ന് വരുന്നത് ഹിമാലയത്തിൽ നിന്ന്. 12ാം നൂറ്റാണ്ടിലാണ് പ്രഭാകര സിദ്ധയോഗി പൂജാതനായത്. അപ്പൊ ഈ ഒരു വയസ്സ് ഹയർ സ്റ്റഡീസ് അതിനകത്ത് ഇങ്ങനെ പറയാം, ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ரொம்ப സന്തോഷമായിരിക്കേ, അങ്ങനെ തന്നെ സ്പീച്ച്, യുവർ സ്പീച്ച് അങ്ങനെ തന്നെ വേണമെന്ന് പറയുകയാണ്. ആ അപ്പൊ ഈ ഒരു ദൈവം ആരാ പറയുന്നത് വെച്ചാൽ നോക്കുക. എന്നിട്ട് പറഞ്ഞു എപ്പോഴും, അതിന് തമിഴിൽ ഞാൻ മറന്നുപോയി, എപ്പോഴും വിളിക്കണ്ട, ഞങ്ങളെല്ലാം ഉണ്ട് കൂടെ. അപ്പം ഇത് ഞങ്ങളൊരു ലിങ്കാണ്, 18 വരും, സാറ്റർഡേ ആണല്ലോ. അപ്പം പറഞ്ഞു ശനിയാഴ്ച നാളുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മക്കൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ഒരു അനുഗ്രഹം ഉണ്ടാവും. ഗുരുക്കന്മാരിൽ നിന്നും ഗുരുവിൽ നിന്നും പ്രഭാകര സിദ്ധയോഗിയിൽ നിന്നുള്ള അനുഗ്രഹം നമുക്കത് മനസ്സിലാവുമല്ലോ. തുടരെ സ്വാമിയെ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ തിങ്കളാഴ്ച വന്നാലും വെള്ളിയാഴ്ച വന്നാലും ആര് വന്നാലും ഭസ്മം എടുത്ത് കൊടുക്കുക, അവരുടെ ഇത് പറയാം. അത് വേറൊരു ലെവലിൽ എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ് പറയുന്നത്. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് സജഷൻ കിട്ടി, എനിക്ക് ഡിറക്ഷൻ കിട്ടി. എനിക്ക് ഭയങ്കര ബലമായി. രാജീവനോട് ഞാൻ ഈ പോയ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ എനിക്ക് ഇതെടുക്കണമെന്ന് താല്പര്യമില്ല. കാരണം വെച്ചാൽ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ 4 കൈ കൊണ്ട് മഹാവിഷ്ണു വന്നാലും കള്ളവാന്ന് പറയും. പക്ഷെ ഇപ്പൊ ഞാനിത് ചെയ്യുന്നതിന് എനിക്ക് നല്ല വ്യക്തമായ ഇന്റൻഷൻ ഉണ്ട്. കാര്യം ഈ പരകായ പ്രവേശം തന്നെയാണ്. ഞാൻ വെല്ലുവിളിക്കുന്ന ആൾക്കാരെ. കാരണം എന്റെ പ്രായത്തിൽ ഈ സന്യാസിമാരെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഡിവോട്ടീസ്, അല്ലെങ്കിൽ അവിടെ കണ്ടു ഇവിടെ കണ്ടു അത് കിട്ടി ഇത് കിട്ടി എന്ന് പറയുന്നവര് നല്ല സത്യസന്ധത ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് എന്റെ മുമ്പിൽ വരട്ടെ. ഇവരിൽ ആരും തന്നെ ഇതുപോലൊരു ബോഡി, രോഗമില്ലാത്ത ഒരു ബോഡി ഇല്ല. ഞാനൊരു തേയില വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കുന്നത്. എനിക്ക് പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, യാതൊന്നുമില്ല. ഞാൻ എന്റെ ബോഡി കീപ്പപ്പ് ചെയ്ത് എന്റെ ഗുരു പറഞ്ഞ പോലെ ബ്രഹ്മചാരിയായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ അപ്പൊ തന്നെ കട്ട് ചെയ്തു. നമ്മുടെ ഗുരുനാഥൻ ശിവപ്രഭാര സിദ്ധിയുടെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ആ ഫോട്ടോ കണ്ടോ അവിടെ ഇരിക്കുന്ന വായിസന്റെ ആ രൂപത്തിൽ കോട്ടയത്ത് ഒരു സ്റ്റുഡിയോയിൽ എടുത്തതാണ്. പക്ഷെ തെളിഞ്ഞ കിർലിയോൺ ക്യാമറയിൽ തെളിഞ്ഞവിടെ ഈ രൂപമാണ് തെളിഞ്ഞത്. ഇത് കണ്ടോ? ഇതാണ് തെളിഞ്ഞത്. ഇങ്ങനെ ഇതാണ്. അത്ര ചെറുപ്പക്കാരൻ എടുത്തത് ആ വയസ്സിന്റെ ഫോട്ടോ. അപ്പോഴേ തീർച്ചയായിട്ടും ആ 13 ബോഡി മാറിയെന്നാ പറഞ്ഞ, 14ാമത്തെ ബോഡിയാണ് ഈ കൊണ്ടു നടന്നെന്നാ പറഞ്ഞ ഇപ്പോഴേ. അപ്പൊ എന്നോട് പറഞ്ഞു, എടി ഇത് വളരെ ദ്രവിച്ചു, ഇവനും ഞാനുമായി മറയും, ഇനി ഇവനും ഞാനുമായി വരില്ല, ഞാൻ മാത്രമായിട്ടേ വരുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ ഭൂതമോ പ്രേതമോ വല്ലതാണ്? എടി അതല്ല, നിനക്ക് മനസ്സിലാകും, നീ സാധന ചെയ്യേ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ബോഡിയിൽ ഇരിക്കുന്നു, എത്ര കാലം ഇരിക്കാന്ന് അറിയത്തില്ല. പക്ഷെ എന്തിനാണ് ഞാൻ ഈ വേഷം കെട്ടിയത്? എന്തിനാണ് ഈ ഗുരുവിനെ സ്വീകരിച്ചത്? ജനങ്ങളെ സേവിക്കാന്. എന്നെ പോലെ ഗ്രഹസ്ഥര് ദുഃഖിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മന്ത്രവാദികളുടെ അടുത്ത് പോവുക, ഇപ്പൊ യൂട്യൂബിൽ ഓരോ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഓരോ മന്ത്രം ജപിക്കുക, എല്ലാവരും വഞ്ചിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്? വരുമ്പോ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, ഗുരുകാരനെ ഉള്ളത് കൊണ്ട് സഹായിക്കാനാണ്. ഞാൻ പണം കൊയ്യാനോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനോ പറയുന്നില്ല. 1000കണക്കിന് കാള് വരുമ്പോഴും രാത്രിയാണെങ്കിലും ഞാൻ സ്വയം എടുക്കുന്നുണ്ട്. എന്റെ ഫോൺ ആർക്കും കൊടുത്തിട്ടില്ല. എന്താണെങ്കിലും എന്നെ കൊണ്ട് ഞാൻ പറയുന്നത് സത്യമായിട്ട് വിശ്വസിക്കുന്നവർക്ക് ആശ്വാസം കിട്ടും. ക്രിസ്തു പറഞ്ഞാല് എന്നെ വിശ്വസിക്കുന്നവർക്ക്, അല്ല വിശ്വസിക്കാതെ എന്നെ നിന്ദിക്കാം നിങ്ങൾക്ക്. പക്ഷെ മിസ്സിംഗ് ആണത്. എനിക്കിപ്പോ ഈ കിട്ടുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് പ്രഭാകര സിദ്ധിയോഗി തരുന്ന സൗഭാഗ്യമാണ്. അതിനെ ആർക്കും വയലേറ്റ് ചെയ്യാനൊക്കത്തില്ല. അല്ലെങ്കിൽ വരട്ടെ, എന്നെ പോലെ. അദ്ദേഹം പറഞ്ഞെന്താ, എന്റെ പേരിന്റെ കൂടെ നിന്റെ പേര് മാത്രമേ പുറത്തറിയുള്ളൂ. അത് അദ്ദേഹം സത്യം ചെയ്തു. മറിച്ച് നീ എന്റെ പാദങ്ങളല്ലാതെ വേറൊരു ചിന്ത നിനക്ക് വരാൻ പാടില്ല. അത് സയൻസ് ആണ്. നമ്മൾ രാമനെ ചിന്തിച്ചാൽ രാമനാകും, കൃഷ്ണനെ ചിന്തിച്ചാൽ കൃഷ്ണനാകും. പ്രഭാകര സിദ്ധയോഗിയെ 50 വർഷം കൊണ്ട് ധ്യാനിക്കുന്ന രമാദേവി അമ്മയിൽ ആ അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനെന്താണ് അർത്ഥമുള്ളതാവും? ഈ 50 കൊല്ലത്തെ സാധന നിങ്ങൾ പറ. എനിക്ക് ഇത്ര ഒരു മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ അടുത്ത ബന്ധുക്കളോട് ചോദിക്കും. ഒരു തേയില വെള്ളത്തിന്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും പ്രഭാകര സിദ്ധിയുടെ ശിഷ്യരെന്ന് പറഞ്ഞ് രോഗമില്ലാത്തവരെ നിങ്ങൾ വിളിച്ചോണ്ട് വാ. എല്ലാത്തിനും ഷുഗറാ. കാരണം എന്താ? ഉള്ളില് ദൈവമില്ല. എന്റെ ഉള്ളിലാണ് എന്റെ ഗുരുവ്. ബാക്കിയുള്ളവരൊക്കെ എന്താ വല്ലവരും വല്ലതും കൊണ്ടുവരട്ടെ, സിദ്ധർകളെ കൊണ്ട് പേരെടുക്കാൻ, സിദ്ധർകളെ കൊണ്ട് സ്ഥാപനം നടക്കാം. അതൊക്കെ തെറ്റാണ്, നടക്കത്തില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പല കള്ളസ്ഥാപനങ്ങളും തുടങ്ങുന്നുണ്ട്. പലരും തുള്ളുന്നുണ്ട് പ്രഭാകര സിദ്ധിയാണെന്ന്. ഞാൻ പോയി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി വെറും കള്ളത്തരമാണെന്ന്. ഭഗവാന്റെ ഒരു അംശം പോലും ആ വ്യക്തിയിലില്ല. അതുകൊണ്ട് ഇതിനൊരു വ്യതിയാനമുണ്ട്. അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ മുഴുവൻ ഇവിടെ ഇരിപ്പുണ്ട് രാജീവ്. ഞാൻ അതും കൂടെ കാണിക്കാം. ഇത് അദ്ദേഹത്തിന്റെ. ഞാനൊരു ദിവസം ഓഫീസിൽ കിടന്ന് ഉറങ്ങുക. എനിക്ക് ജോലി ചെയ്ത് പണിഷ്മെന്റ് എഴുതി കുഴഞ്ഞു. ഞാനങ്ങ് മയങ്ങുക. ആഹാരവും കഴിച്ചിട്ടില്ല. എനിക്ക് അവിടെ എന്നും ആഹാരം കൊണ്ട് തരുമായിരുന്നു ഭഗവാൻ. 85കളില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഉച്ചയൂണ് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ഒരു അവധൂത സ്വാമി കൊണ്ടു കൊടുത്തതുണ്ടായിട്ടുണ്ടെങ്കിൽ
ഞാൻ കുമ്പിടാം നിങ്ങളുടെ മുമ്പിൽ. അപ്പൊ ഒരു ദിവസം എനിക്ക് ചോറൊന്നും കിട്ടിയില്ല, ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരാനും പറ്റിയില്ല. ഭഗവാനെയും കണ്ടില്ല. ഭഗവാൻ ഈ അരിപ്പാട്ടൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും ഒരു പൊതി ഉച്ചയ്ക്ക് വിളിച്ച് പുറത്തു വിട്ടില്ല. അപ്പൊ പറയും ഞാൻ അകത്ത് വരത്തില്ല, ആ കൊടി കിടക്കുന്നുണ്ട്, ഞാൻ ആ ഗേറ്റിന്റെ അവിടെ വരാന്ന് പറയും. അങ്ങനെ ഞാൻ ആഹാരമില്ലാതെ മയങ്ങുവാണ്, ഈ ബില്ല് മുഴുവൻ എഴുതി. ജീവിക്കണ്ടേ? അങ്ങനെ ആയപ്പോഴാണ് ഇതാ കണ്ട, ഇത് പ്രഭാകര സിദ്ധിയോഗിയുടെ യഥാർത്ഥ ഒപ്പാണിത്. ഞാനിത് ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല. ഞാൻ പെട്ടെന്ന് ഉണർന്നപ്പോഴേ എന്റെ ഓഫീസിലെ കടലാസാണിത്. ഇത് കണ്ട, ഇവിടെയൊക്കെ പോയി ഞാൻ ബില്ലെഴുതിക്കൊണ്ടിരുന്ന കണക്കൂട്ടിക്കേണ്ട കടലാസിന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ വരച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കണം. ഞാൻ എന്റെ ഇനി ഇപ്പൊ ഇത്രയായില്ലേ, അറിയത്തില്ല. ഇനി എന്റെ ഒരു ശ്രമം, ഞാൻ ശിവബലായ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. രഹസ്തരായിട്ടുള്ള ആൾക്കാരില്ലേ, സ്ത്രീകളില്ലേ, എന്റെ മനസ്സ് മുഴുവനും ഇപ്പോഴും ജന്മം കൊണ്ട് സ്ത്രീ ആയതിന്റെ ദുഃഖം പരിഹരിക്കണമെന്നാണ്. ഞാൻ ജന്മം എടുത്തിരിക്കുന്നത് തന്നെ അതിനാണെന്നാണ് സ്വാമി പറഞ്ഞത്. ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ആ സമാധിയിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ആ ശനിയാഴ്ച തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പരിപൂർണ സാന്നിധ്യം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ ഈ എന്റെ ശരീരം ഇല്ല, എന്റേതെന്നുള്ള ഒരു ഫീലിംഗ് വിട്ടു. പരകായ വിദ്യ നടത്തുന്ന വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫുൾ സാന്നിധ്യം ഈ ബോഡിയിൽ ഉണ്ടാവുക, ഈ ചിത്രത്തിലല്ല. എനിക്ക് ഫീൽ ചെയ്യുന്ന എന്റെ ശരീരത്തിലാണ്. എന്റെ ശരീരത്തിൽ എനിക്ക് വോയിസ് കിട്ടുക, ഡൗൺലോഡ് ചെയ്ത് കിട്ടത്തില്ലേ ഓരോന്ന്. അപ്പൊ ആക്ച്വലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്യൂരിറ്റിയാണ് ഈ അനുഗ്രഹത്തിന് ഫുൾ അനുഗ്രഹം. അല്ലെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഭൂമിക്ക് മുകളിൽ ഞാനും എന്റെ ഫാമിലിയും കാണത്തില്ലായിരുന്നു, മണ്ണിനടിയിൽ പോയേനെ. ഭക്തര് വന്നാലേ നമുക്ക് ഭക്തര് വന്ന പ്രധാനമായിട്ടും ഞാൻ പറയാം, ഇപ്പൊ ഞാൻ എന്തി തൊട്ടാലും അത് ചാർജ് ചെയ്യുന്ന പോലെയല്ലേ, പ്രാണബലമല്ലേ, പ്രാണപ്രതിഷ്ഠയല്ലേ. നമ്മള് ഭസ്മം ഉണ്ട്, പിന്നെ അത് കൂടാതെ നമ്മൾ അവരുടെ അനലൈസ് ചെയ്യാം. നമുക്കിപ്പോ അതിന് നമ്മളെ ആൾദൈവം കളിക്കൊന്നും വേണ്ട. പ്രമാണമുണ്ട്. നമുക്ക് പിതൃക്കളാണോ സർപ്പങ്ങളാണോ എന്താണ് അവർക്കുണ്ടായിരിക്കുന്ന ഭൗതിക ജീവിതത്തിന് ഉണ്ടായിരിക്കുന്ന ജസ്റ്റ് പ്രസന്റ് ഉണ്ടായിരിക്കുന്ന തടസ്സം അതുണ്ടല്ലോ. അതിനിപ്പം നമ്മൾ വേറൊന്നും വേണ്ട. നമുക്ക് പ്രമാണമുണ്ട്. നമുക്ക് ഹിന്ദു മതത്തിൽ സനാതന ധർമ്മത്തിൽ പ്രമാണമുണ്ട്. ദേവബ്രാഹ്മണ പിതൃക്കളിൽ ആർക്കെങ്കിലും ഒരു അപകടം അവരെ നിന്ദിച്ചാൽ, ഡിസ്റിഗാർഡ് ചെയ്താൽ, ഒന്നുകിൽ മക്കൾക്ക് ആഹാരം കിട്ടത്തില്ല, അല്ലെങ്കിൽ വീട്ടിലെ കലഹം ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല ജീവിതം കിട്ടത്തില്ല, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശോഷിക്കും. അപ്പൊ ഇത് ഞാൻ മാത്തമാറ്റിക്സ് പ്രൊഫസർ ആയിട്ടിരുന്നല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കണക്ക് പോലല്ലേ. അങ്ങനെ ഒരു അവസ്ഥയുള്ളത് കൊണ്ടല്ലേ ഗുരുജി അത് പറഞ്ഞു തന്നത്. അപ്പൊ എനിക്കത് കറക്റ്റായിട്ട് സ്വാമി ഡൗൺലോഡ് ചെയ്ത് തരും, ഇവർക്ക് ഇന്ന കുഴപ്പമാണുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഈശ്വരനെ തേടി അലയുന്ന നിങ്ങൾ ആരുടെ മാർഗത്തിലുള്ളവരും ആയിക്കോട്ടെ, ഏത് ദേവതയെ പൂജിക്കുന്നവരും ആയിക്കോട്ടെ, കടന്നു വരാം, അമ്മയുടെ അടുത്ത് വരാം. ഞാൻ നിങ്ങളിൽ നിന്ന് വിചാരിക്കുന്നത് എന്താണ്? സത്യം. ദൈവമുണ്ട്, ഗുരുവുണ്ട്, ഈശ്വര ശക്തിയുണ്ട്, ഈ സ്ഥൂല പ്രപഞ്ചത്തിനപ്പുറത്ത് സൂക്ഷ്മ ലോകമുണ്ട്. അതൊന്ന് പറഞ്ഞു തരാനാണ് എന്റെ ഗുരുനാഥൻ അവതരിച്ചത്. ആ ഗുരുനാഥൻ ഇപ്പൊ എന്നില് സൂപ്പറായിട്ട് പ്രവർത്തിക്കുന്നു, സൂപ്പറായിട്ട്. നിങ്ങളുടെ ഏത് ക്യാമറ കൊണ്ടെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങളുടെ ഏത് പണ്ഡിതനെ കൊണ്ടെന്ന് എന്നെ ടെസ്റ്റ് ചെയ്യിക്കാം. നിങ്ങൾ കടന്നു വന്നിട്ട് എന്നോട് ചോദിക്കുക എന്താണെന്ന്. എനിക്ക് അനുഗ്രഹിക്കാനുള്ള കലകളിലാണ് ഞാൻ ഓടുന്നത്. ഞാൻ പുറത്തേക്ക് പോകാത്ത കാര്യം ആ അനുഗ്രഹ കല മിസ്സാകരുതല്ലോ. നമ്മളെ ജന്മാന്തര തപസ്സുകൊണ്ട് കിട്ടുന്ന ഒരാളിനെ തഥാസ്തു എന്ന് പറഞ്ഞല്ലേ, ആ തഥാസ്തു അതിന് നമ്മൾ നാക്കിനെ നിയന്ത്രിക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം, കണ്ണിനെ നിയന്ത്രിക്കണം, ഒക്കെ വേണ്ടേ. ആ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിന് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വരൂ, മിസ് ചെയ്യണ്ട. ബോധ്യപ്പെടുത്താനാണ് മക്കളെ ഞാനിത്. കാര്യം ശിവപ്രഭാകര സിദ്ധിയോഗി തന്നെയാണ് എന്നിൽ പ്രവർത്തിക്കുന്ന പരമമായ ശക്തി, ആ മൗലികമായ ശക്തി. അത് ഞാൻ നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരാം. നിങ്ങൾക്ക് വരാം. ശിവപ്രഭാകര സിദ്ധിയോഗി എന്ന് പറഞ്ഞ 745 വർഷമായിട്ട് ജീവിക്കുന്ന AD 1263 ആണ്ട് കാലടി അഗോർമനെ പൂജാതനായി മാർച്ച് മാസത്തിലെ പൂരൂരിട്ടാതിയില് AD 1986 ഏപ്രിൽ 6-ാം തീയതി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ദേഹം വിട്ട, ഞാൻ മണ്ണിനടിയിലല്ല പോകുന്നെന്ന് പറഞ്ഞു. ആ ഓണം പോലും അദ്ദേഹം ഇവിടെ കഴിച്ചു കൂട്ടി 85-ല്. എന്റെ കുട്ടികളുടെ നിന്ന് വിഭവങ്ങൾ ഒരുക്കി, ഇനി സ്വാമി എല്ലാ ഓണത്തിനും ഇവിടെ ആയിരിക്കും, നിങ്ങളുടെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു. അവസാനമായിട്ട് ആ 85-ല് കഴിച്ചു കൂട്ടി വിഭവ സമർത്ഥമായിട്ടുള്ള ഓണം പോലും ഈ മണ്ണില്, ഈ സ്ഥാനത്തിരുന്നാണ് എന്റെ ഗുരുനാഥൻ ഓണാഘോഷം നടത്തിയത് ഉത്രാട സന്ധ്യയ്ക്ക്. അതെനിക്ക് മറക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ 85-ലെ ഉത്രാടത്തിൽ പ്രഭാകര സിദ്ധിയോഗി എന്റെ കൂടെ ആയിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് വരട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും എന്റെ തപസ് സത്യമാണല്ലോ, എന്റെ ശ്രദ്ധ ശരിയാണല്ലോ, എന്റെ ഗുരുഭക്തി കളങ്കമില്ലാത്തതാണെങ്കിൽ, എന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടാന്നേ പറയുന്നുള്ളൂ. ഒരു ദേവതയെ പോലെ ഉപകരിക്കാം.
പ്രശ്ന പരിഹാരമാണ് ഇവിടെ എത്തുന്ന ഭക്തർക്ക്. അപ്പം പരിഹാരമല്ലേ വേണ്ടത്? നമുക്കിപ്പം വളരെ ആർത്തരായിട്ട് വരുന്നവരല്ലേ, അവരുടെ കാസ് ആൻഡ് എഫക്റ്റ് നമുക്കുണ്ട്, കാര്യകാരണ ബന്ധമാണ്, കർമ്മവും കർമ്മബലവും. അപ്പൊ അത് സ്വാമിക്ക് അറിയാം, സ്വാമി എന്നെ പഠിപ്പിച്ചും തന്നിട്ടുണ്ട് ഇങ്ങനെയാണെന്ന്. അതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പിതൃദോഷങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം, നമുക്കത് പരിഹാരം പറഞ്ഞു കൊടുക്കാം, അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, കോടികൾ മുടക്കി ചെയ്യാതെ അവർക്ക് തന്നെ റൂട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും മക്കളെ എല്ലാവർക്കും കടന്നു വരാം, കഴിയുന്നിടത്തോളം സേവനം ചെയ്യാം, കഴിയുന്നിടത്തോളം നിർദ്ദേശങ്ങൾ തരാം, മോട്ടിവേഷൻ ചെയ്തു തരാം. എല്ലാവർക്കും ഈ കർക്കിടക മാസം രാമായണ മാസക്കാലത്ത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമായണം വായിക്കുക, രമാദേവി അമ്മയെടുത്ത് വരിക, പ്രഭാകര സിദ്ധിയോഗി അനുഭവിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമസ്തേ.